എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇതാ എവിടെയും സുഖമാണ്. ഞാനിതാ ഫൈനൽ സ്കാനിങ്ങിന് വേണ്ടി ഒന്ന് ഹോസ്പിറ്റലിൽ പോവാണ്. എന്ന് നമുക്കറിയാം എന്താണ് അവസ്ഥ, ഡേറ്റ് കാര്യങ്ങൾ എല്ലാം. അതേപോലെ തന്നെ ബേബീൻ്റെ വെയിറ്റ് എത്രയായി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒട്ടക്കത്തെ തിരക്ക്. അൾട്രാസൗണ്ടിന് വേണ്ടിയിട്ട് ഭയങ്കര നീണ്ട വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഞാനും ഏവും കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ കളിച്ചിരിക്കലായിരുന്നു നമ്പർ വരാൻ വേണ്ടിയിട്ട്. 2 മണിക്കൂറായിരുന്നു ശരിക്കും വെയിറ്റിംഗ് ടൈമൊക്കെ എടുത്തത്. അത് ഞങ്ങളൊക്കെ പുറത്തൊക്കെ പോയി തിരിച്ച് വന്ന് അത് കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു 1/2 hour എടുത്തിട്ടുണ്ടാവും നമ്പർ വരാൻ വേണ്ടിയിട്ട്. ഫൈനലി കുറേ വെയിറ്റിംഗ് ചെയ്തതിന് ശേഷം അവരെന്നെ വിളിച്ചു. ഇങ്ങനെ ഞാൻ അൾട്രാസൗണ്ട് റൂമിൽ കയറി എന്നെ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എല്ലാം ഡീറ്റെയിൽസൊക്കെ അപ്പുറത്തെ നേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇടയിൽ കയറിയിട്ട് എൻ്റെ കുറച്ച് ഡൗട്ട്സൊക്കെ ചോദിച്ചു. എന്താണ് ബേബീൻ്റെ വെയിറ്റ്, ഡെലിവറി നേരത്തെ ആവുമോ, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചു. ബാക്കി ഡീറ്റെയിൽ ഡോക്ടർ തന്നെ പറഞ്ഞു കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞു. ഈ പ്രാവശ്യം അസസ്മെൻറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഡോക്ടറിന് റിപ്പോർട്ട്സൊക്കെ കാണിക്കാൻ കയറി. അങ്ങനെ ഡോക്ടറിൻ്റെ റിപ്പോർട്ട്സൊക്കെ നോക്കുക. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്ന സകല ഡിസ്കംഫർട്ടും പ്രഷറും കാര്യങ്ങളെല്ലാം ഞാൻ ഡോക്ടറിനോട് ഓരോന്നായിട്ട് പറയുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് മോളെ ഇതൊക്കെ നോർമലാണ്, കുഴപ്പമില്ല, ലാസ്റ്റ് ടൈം ആയില്ലേ, അങ്ങേറ്റം എത്തിയില്ലേ, അതിൻ്റെ കുറച്ച് പ്രഷറും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ ക്വൈറ്റ് നോർമലാണ്, കുഴപ്പമില്ല, മോൾ ഇത്രയല്ലേ ഉള്ളൂ, ഇതുവരെ എത്തിയില്ലേ, ഇനി കുറച്ചുകൂടി അല്ലേ ഉള്ളൂ, സാരല്ല, സെറ്റാവും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറായിട്ട് ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്ക് എന്തും തുറന്ന് പറയാം, എന്തും ചോദിക്കാനുള്ള ഒരു ഫ്രീനെസ് ഒക്കെ ഉണ്ട്. പ്രഷർ ഫീൽ ചെയ്യുക, ഫ്രീക്വൻറ്റ് യൂറിനേഷനും കൂടിയിട്ടുണ്ട്, അതിന് കാട്ടും എല്ലാം കൂടി അത് നിർത്തിയിട്ട് എനിക്ക് എന്നും പ്രസവിച്ച് അത്രയും നല്ലതൊന്നും. നെക്സ്റ്റ് മൺഡേ അല്ലെങ്കിൽ വെനസ്ഡേ അതൊന്ന് പി വി നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. 38 ആയിട്ട് പി വി നോക്കാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ മൺഡേ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് ഡോക്ടറിനോട് ബൈ പറഞ്ഞ് ഞാൻ എൻ്റെ റിപ്പോർട്ട്സൊക്കെ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്.